കാണുമോ? അവള് പാവം പെണ്ണ, അവൾക്ക് എന്താ? ലക്ഷ്മിക്കുട്ടി കുടിക്കൂ? വേണ്ട, അവിടുന്ന് കുടിക്കും. ലക്ഷ്മിക്കുട്ടി കുടിക്കുന്നേ? വേണ്ട, അവിടുന്ന് കുടിക്കണം. ഇങ്ങോട്ട് തരൂ, ഇങ്ങോട്ട് തരൂ. ദേവരാജൻ വരുന്ന പറവാ. അതെല്ലോ ഏട്ടൻ ഇവിടെ. ഞാനിവിടെ അമ്പലത്തിൽ ശാന്തി പ്രവൃത്തിക്ക് വന്നതാണ്. ശാന്തി പ്രവൃത്തി അമ്പലത്തിലോ ഇവിടെയോ എന്ന് ചോദിച്ചാൽ രണ്ടിടത്തുമാണെന്ന് വെച്ചോളൂ. ആ എന്നാലേ ഇതുകൂടി ഇരിക്കട്ടെ. നീ എന്നെ ഇടിച്ചുവല്ലേ, അപ്പോൾ ഞാൻ നിന്നെ പകരം പിടിച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ? ഇന്നാ പിടിച്ചോ. ദേവരാജ, നീ എന്നെ ഇടിക്കരുത്. നമ്മൾ രണ്ടും ഒരു വയറ്റിൽ നിന്ന് വന്നവരാണ്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ആ പറഞ്ഞോളൂ. ശാന്തി പ്രവൃത്തി അമ്പലത്തിലോ ഇവിടെയോ? പറഞ്ഞോളൂ, ഇവിടെയോ അമ്പലത്തിലോ? അമ്പലത്തിൽ ശാന്തിയും പ്രവൃത്തിയും. ആ എന്നാ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ആ ഇറങ്ങിക്കോ. ലക്ഷ്മിക്കുട്ടി, അനുജൻ ദേവരാജൻ നമ്മുടെ ബന്ധം തെറ്റിദ്ധരിച്ചു. ശ്രീരാമചന്ദ്രനെ തെറ്റിദ്ധരിച്ച ലക്ഷ്മണനാണവൻ. ദേവരാജ, ഉടുപ്പി ദൈവങ്ങൾ നിന്നോട് പകരം ചോദിക്കും, അത്രേ ഉള്ളൂ. എന്റെ ഭഗവതിയാണ്, ഗുരുവായൂരപ്പനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ. അവിടുത്തെ ചേട്ടനല്ലയോ ശാന്തി പ്രവൃത്തിക്ക് വന്നതല്ലയോ താമസിപ്പിച്ചില്ല. ഈ താമസിപ്പിച്ചതാ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലക്ഷ്മിക്കുട്ടി, നീ സീതാദേവിയെ പോലെ പരിശുദ്ധയാണ്. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. കഴിഞ്ഞ വിഷുവിനും ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരുന്നു. അടുത്ത വിഷുവിന് ഞാൻ വരാനിടയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉഷിക്കും രാജനും കൈനീട്ടം കൊടുത്തിട്ട് പോയത്. പക്ഷേ ഈ വിഷുവിനും ഞാൻ വന്നു. എന്റെ മകൾ മാത്രം, അതായത് ഉഷയില്ല. ഉഷയ്ക്ക് പകരം അച്ഛന്റെ മകളാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നാലും ഉണ്ട് മോളെ, എല്ലാ യോഗ്യതകളും നിനക്കുണ്ട്. ഉഷയ്ക്ക് പകരം ദൈവം എനിക്ക് വേറെ മകളെ തന്നു, രജനി. പിന്നെ രജനി മോളെ, എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. രാജൻ ഇതുപോലെ എല്ലാ ദിവസവും വളരെ ഇരുട്ടിയിട്ടാണോ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്നത്? എന്നും ഇങ്ങനെ താമസിക്കില്ല. ഇന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണും, അതുകൊണ്ട് താമസിക്കുന്നതായിരിക്കും. മോള് പറഞ്ഞത് നുണയാണെന്ന് മോളുടെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഞാൻ ചിലതൊക്കെ രാജനെ പറ്റി കേട്ടു. നേരാണ് മോളെ. നിന്നെപ്പോലെ ഒരുവർക്ക് ഇങ്ങനൊരു ദുർവിധി വരാൻ പാടില്ലാത്തതാണല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? ഏതായാലും നീ കരയാതിരിക്ക. നീ ഈശ്വരനിൽ വിശ്വസിക്കും മോളെ. ആര് പറഞ്ഞടാ എന്റെ മകളെ കണ്ടെത്തടിക്കാൻ? കള്ളും കുടിച്ചോണ്ട് വന്ന് ദേഹോദരം ചെയ്യാനാണോ ഇവളെ നീ കെട്ടിക്കൊണ്ട് വന്നത്? ഇവൾ ഉഷയല്ല. അത് നീ പറയാതെ എനിക്കറിയാം.
ഉഷ മരിച്ചു പോയതുകൊണ്ട് എനിക്കിതിനെ ശാസിക്കാൻ അവകാശമില്ല എന്നല്ലേ നീ പറയാൻ ഭാവിച്ചത്? അല്ല, അതല്ല ഞാൻ പറയാൻ വന്നത്. അത് തന്നെയാണ് നീ പറയാൻ ഭാവിച്ചത്. കുടിച്ച് ലക്കില്ലാത്തതുകൊണ്ട് നിനക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഉഷ മരിച്ചു പോയെങ്കിലും നീ എന്റെ മകനാണ്, ഇവളെന്റെ ഉഷയും. നാളെ വിഷുവാണ്, നിങ്ങൾക്ക് കൈനീട്ടം തന്നിട്ട് പോകാൻ വന്നവനാണ് ഞാൻ. എന്നെ കൊണ്ട് നീ ഇത് ചെയ്യിച്ചല്ലോടാ. കൈനീട്ടം കൊടുക്കണ്ട കൈകൾ. അയ്യോ അച്ഛാ, വേണ്ടച്ചാ, അച്ഛാ വേണ്ടച്ചാ. മോളെ, മോളങ്ങോട്ട് വേഗം ചെല്ലേ, അവൻ എവിടെയെങ്കിലും ഒന്ന് വീഴും. പോ മോളെ. ചേട്ടാ, എന്തിനാണ് എല്ലാരും ഇങ്ങനെ കരയിക്കുന്നത്? കുടിക്കയില്ലെന്ന് സത്യം ചെയ്തല്ലേ, പിന്നെ എന്തിനു കുടിച്ചു? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ രജനി ആശ്വസിപ്പിക്കൂ. കാപ്പി അവിടെ വെച്ചേക്കൂ. ഇതാ അച്ഛന്റെ വക കൈനീട്ടം. അത് നീയാണോ തരുന്നത്? രാവിലെ മുറിയുടെ വാതുക്കൽ വന്ന് വളരെ നേരം വിളിച്ചു. എഴുന്നേൽക്കാതിരുന്നത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അവിടെ വെച്ചേക്കൂ. വരുന്ന വെള്ളിയാഴ്ച എന്റെ പിറന്നാളാണ്. എല്ലാ വർഷവും കൂട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷിക്കാറ് പതിവുള്ളതാണ്. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അമ്മയെങ്കിലും വന്നേക്കും. ഇതാ കത്തിച്ചു കളയും.